കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് മൈൽസ്റ്റോൺസ് ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ സൗണ്ട് കേൾക്കുമ്പോൾ തല ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 3rd മന്ത്സിൽ കുഞ്ഞുങ്ങൾ കൂയിങ് സൗണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വ്യത്യസ്തമായ ശബ്ദങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കാൻ തുടങ്ങും. 6 മന്ത്സിൽ കുഞ്ഞുങ്ങൾ മോണോസിലബിൾസ് സ്റ്റാർട്ട് ചെയ്യും. മാ, പാ, ച ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങും. 9 മന്ത്സിൽ ബൈസിലബിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അമ്മ, പപ്പ, അച്ഛ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി പ്രതികരിക്കും. 12 മന്ത്സിലാവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് 2 മീനിങ്ഫുൾ വേർഡ്സ് ഒക്കെ പറയും. അത് താ, വെള്ളം താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് പറഞ്ഞു തുടങ്ങും. ഇതുപോലെ തന്നെയാണ് 18 മന്ത്സിലും 24 മന്ത്സിലും 36 മന്ത്സിലും ഒക്കെ നടക്കുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. കുഞ്ഞിൻ്റെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് നന്നായി അവരോട് സംസാരിക്കാം. സ്ഥിരമായി കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. മാത്രമല്ല ഓരോ ഒബ്ജക്റ്റിൻ്റെയും പേരുകൾ ചോദിക്കുക, അത് ചൂണ്ടിക്കാണിക്കാനും ഒക്കെ ആവശ്യപ്പെടാം. എന്നും പുതിയ കാര്യങ്ങളും പുതിയ വാക്കുകളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിയർ ഗ്രൂപ്പിനോടൊപ്പം കളിക്കാനും ഒറ്റയ്ക്ക് കളിക്കാനുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനി മുതൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതുപോലുള്ള അറിവിനായി ഈ പേജ് ഫോളോ ചെയ്യൂ.